ഹായ് ഓൾ, സിമ്പിളും അതുപോലെ തന്നെ പെർഫുമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറെടുക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും വിനാഗിരിയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള നന്നായിട്ട് അരിഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നീട് വേണ്ടത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഞാനിവിടെ ചിക്കനൊക്കെ ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇവിടെ ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരി വെച്ചിട്ട് സവാള നന്നായിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് 1 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ മിക്സ് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാനിവിടെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും സാദാ മുളക് പൊടി 1 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശേഷം 2 ടീസ്പൂണോളം പുളി കുറഞ്ഞ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 2 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസാണ് കേട്ടോ. അത് 2 കപ്പിന് 4 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 20 മിനിറ്റോളം കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ വലിയൊരു പാനിലോട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത് നമുക്കൊന്ന് പൊരിക്കാനിടാം. ശേഷം ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ ഞാൻ കുറവ് സ്പൈസസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലേക്ക് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളുടെ അരി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി ഓരോന്നായിട്ട് വിട്ട് കിട്ടണ വരെ നമുക്കിത് ചെയ്തെടുക്കാം. നല്ലോണം തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് നമ്മളുടെ പൈനാപ്പിൾ എസെൻസ് ആണ്. 2-3 തുള്ളി പൈനാപ്പിൾ എസെൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇത് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടാണ് ഗ്രേവി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പാലും മഞ്ഞൾപ്പൊടിയുടെ ഒരു മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. രണ്ടും കൂടെ ദം ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ദമ്മിലിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.